നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾ ശരിയാണെങ്കിലും നമ്മളുടെ എന്താ പറയാ നിലപാടുകൾ ശരിയാണെന്നിരിക്കെ തന്നെ പല ഘട്ടങ്ങളിലും നമ്മൾ സൈബർ ബുള്ളിങ്ങിന് വിധേയരാവാറുണ്ട്. നമ്മൾ ഉറക്കെ ഉറക്കെ ചില ശക്തമായ നിലപാടുകൾ പറഞ്ഞാൽ നമ്മൾ സൈബർ ബുള്ളിങ്ങിന് വിധേയരാവാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന അവസരങ്ങളിൽ വൺസ് ദ ആക്ഷൻ ഇസ് ഡൺ നമ്മൾക്ക് എങ്ങനെ തിരിച്ച് ഹൗ ടു ബൗൺസ് ബാക്ക് എന്നുള്ള ഒരു ഘട്ടമുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങിന് വിധേയരും ഒരു പൊതുസഭയിൽ ഒരു പൊതുവേദിയിൽ നമ്മളൊരു കാര്യം പറയണു, നമ്മളെ ഒരാൾ ഒരു പക്ഷേ അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുള്ള ഒരു 10-20 പേരോ കണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അമേരിക്കയിലിരിക്കുന്ന നമ്മുടെ അമ്മാവനും ദുബായിലിരിക്കുന്ന നമ്മുടെ ചേട്ടൻ്റെ മോനും ഇംഗ്ലണ്ടിലിരിക്കുന്ന അയൽവാസിയും ഉൾപ്പെടെ നമ്മളുടെ ഒരു വെർച്വൽ വേൾഡിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും കാണുകയും അറിയുകയും ചെയ്യുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എന്താ പറയുക സ്റ്റിഗ്മ നോട്ട് ഓൺ എ ഹയർ സെൻസ്, പക്ഷെ ഒരു ചെറിയ അളവിലെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഉൾവലി ആ സ്ത്രീക്കോ അല്ലെങ്കിൽ ആ ഒരു വിക്ടിമിനോ, കുട്ടിയായിരിക്കാം സ്ത്രീ ആയിരിക്കാം, അവർക്കുണ്ടാക്കേണ്ട അത്തരത്തിൽ വരുന്ന ഇഷ്യൂവിനെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ സോഷ്യലി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? അത്രത്തോളം പ്രതിഭാ ദാരിദ്ര്യമുള്ള ഒരാൾക്ക് ഒരു നല്ല സ്ത്രീയായിട്ട് ഈ ലോകത്ത് രൂപാന്തരപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാത്തിനെയും അയ്യോ ഇത് ആളുകൾ കാണും, ഞാൻ അത് തന്നെയാണല്ലോ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭയം. അടിസ്ഥാനപരമായി അവിടെയാണല്ലോ ഇതിന്റെ തുടക്കം. അപ്പൊ അതിനെ പ്രതിരോധിക്കുക, അതിനെ നിരോധിക്കുക. പ്രതിരോധിക്കുക എന്നല്ല പറയുക. എവിടെയാണോ ഞാൻ ഈ ആക്രമണം നേരിടേണ്ടി വരുന്നത് അവിടെ ശക്തമായി എൻ്റെ റോൾ മുന്നിലുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട. അവിടെ ജയിക്കുന്നുണ്ട്, ആ വിജയം കൂടെയുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഒളിച്ചോടൽ ഫലമല്ല, ഈ പറഞ്ഞ ആളെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കൽ ശരിയല്ല. ഈ നിരോധനം അഥവാ പ്രതിരോധം രണ്ടും ഒരേ അർത്ഥത്തിലല്ല ഞാൻ പ്രയോഗിക്കുന്നത്. ആ രീതിയിൽ എണീറ്റ് നിന്ന് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ വാക്കും എല്ലാ ചർച്ചയും അവസാനിക്കുന്നത് പോരാട്ടം എന്നുള്ള വാക്കി തന്നെയാണ്. അതിന് മാറ്റമൊന്നും. പെൺകുട്ടികൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അതൊരു ക്ലാസ് ഓറിയന്റഡ് ആണ്. ഇപ്പോഴും മിഡിൽ ക്ലാസ് ചെറിയ സ്ട്രാറ്റ, അതിൽ തന്നെ ഒരു ചെറിയ സ്ട്രാറ്റ മാത്രമാണ് ഈ ഒരു റിയാക്റ്റീവ് മോഡിലേക്ക് പോകുന്നത്. അതെ. അല്ല, നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ചിലപ്പോൾ ചെറുതാണ് സൈബർ ലോകത്തെ പ്രശ്നങ്ങളെന്ന് ചിലപ്പോൾ തോന്നും, നമ്മുടെ തൊട്ടു മുന്നിൽ കാണുന്നതിനേക്കാൾ. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പാഠവും ഇതിനകത്ത് പോരാടാനുള്ള ഒരു പാഠവും രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമൂഹത്തിലുള്ള ആൺകോയ്മകൾ, ഒരു ഹെജിമോണിക് മാസ്കുലിനിറ്റി എന്നൊക്കെ നമ്മളിങ്ങനെ കൊടികുത്തി നിൽക്കുന്ന ഇതെല്ലാം തന്നെയാണ് സൈബർ ലോകത്ത്. അപ്പൊ വെർച്വൽ ലോകം നമ്മൾ കാണുന്നത് സാധാരണ റിയൽ വേൾഡിൽ കാണുന്നതിന്റെ ഒരു പ്രതിഫലനമുണ്ട്. പക്ഷെ ഇതിപ്പോ സൈബർ ബുള്ളി ചെയ്യുന്ന ഒരു ആൺകുട്ടി അവൻ ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അച്ഛൻ അമ്മയുടെ മുകളിൽ ഇതുപോലത്തെ അധികാരങ്ങൾ പ്രയോഗിക്കുന്ന അത്തരം കുടുംബ സ്പേസിൽ നിന്നാണ്. ഇപ്പൊ ഈയിടെ ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു അമ്മ അച്ഛൻ മകൻ, കുറച്ചു കഴിഞ്ഞ് ഈ മകന്റെ ടോൺ അമ്മയുടെ നേരെ ഒരു 6-7 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവൻ ഉപയോഗിക്കുന്ന ഒരു അധികാരത്തിന്റെ ടോൺ ആ അമ്മയുടെ നേരെ. ആ അമ്മ ഒന്നും മിണ്ടുന്നില്ല. കാരണം അവർക്കപ്പോൾ ആ വീട്ടിൽ എന്ത് അധികാരമുണ്ട്, എന്താണ് അവരുടെ റോൾ എന്നുള്ളത് നമ്മൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് ഈ കുടുംബങ്ങളുടെ ഈ ഒരു പവർ സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെയാണ് ഡികൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ പുറത്തേക്ക് എങ്ങനെ വരാൻ പറ്റും. രണ്ടാമത് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇപ്പം കാണുന്നത് പോലെ പലപ്പോഴും ജെൻഡർ സെൻസിറ്റൈസേഷൻ്റെയും അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ തന്നെ പെൺകുട്ടികളെ ഇരുത്തി നമ്മൾ ട്രെയിൻ ചെയ്യും. ഇത്രയും യൂസ്ലെസ് ഒരു എക്സസൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ വനിതാ ദിനങ്ങൾ, വേറൊരു കാര്യം, വനിതാ ദിനങ്ങൾ കുറച്ച് സ്ത്രീകൾ കൂടിയിരുന്ന് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടും. ഇതല്ല വേണ്ടത്. പുരുഷന്മാരുണ്ടാവണം, പുരുഷന്മാരെയും കൂടി ആണ് അങ്ങനത്തെ ഒരു പുരുഷ മേൽക്കോയ്മ പുരുഷാധിപത്യം എന്ന് പറയുമ്പോഴും അതിനകത്ത് നല്ല മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ല വിഭാഗം പുരുഷന്മാരുണ്ട്. അല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങളടുത്ത് വരുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരെ പിന്തുണച്ചുകൊണ്ടും. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൽ പോലും ഈ സ്ത്രീകൾ നിസ്സഹായരായി നിൽക്കുമ്പോൾ അവരെയും കൊണ്ട് ഞങ്ങളടുത്ത് വരുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന കേസുകളുണ്ട്. അപ്പൊ നമ്മളങ്ങനെ മുഴുവൻ പുരുഷന്മാരും. ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ്, ഒരു പുരുഷൻ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ഫാമിലി പ്ലാനിങ്ങിന് എത്ര നിസ്സാരമായിട്ട് ഒരു പുരുഷന് ചെയ്യാവുന്ന ഒരു സർജറി എന്ന് പോലും വിളിക്കണ്ട, അങ്ങനെ ചെയ്യാവുന്ന ഒരു സ്ത്രീയുടെ മുകളിൽ എന്തിനു അടിച്ചേൽപ്പിക്കണം. പുരുഷന്മാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഈ സങ്കുചിതമായി എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എല്ലാം അവൾ എൻ്റെ കീഴിലാണ്, അവൾ എൻ്റെ അടിമയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവമുള്ള പുരുഷന്മാരുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് വലിയ ചർച്ച ചെയ്തായിരുന്നു മലപ്പുറത്ത് ഫ്ലാഷ് മോബ് കളിച്ചത്. അപ്പൊ ഈ കുട്ടികളെയും കൊണ്ട് വനിതാ കമ്മീഷന് വന്നത് 6-7 സഹപ്രവർത്തകരായ ആൺകുട്ടികളാണ്. അവിടുന്ന് ഈ കുട്ടികളെയും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നത്.
ഇവരാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഹെൽത്തി റിലേഷൻഷിപ്സിനെ healthy നമ്മൾ relationshipനെ ആദ്യമേ അങ്ങ് നമ്മള് കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത് ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇത് എങ്ങനെ പ്രതിരോധിക്കണം, ഇതിന്റെ ഒപ്പം നിൽക്കാൻ ആരുണ്ട് എന്ന് അറിയാൻ ഞങ്ങൾ വയ്യാത്ത അത്തരം കാര്യങ്ങൾ ഒരിടത്തിലാണ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ മറ്റ് അവകാശങ്ങളെ ടീച്ചർ അവിടെ ഒരു പഠിപ്പിക്കാൻ ചോദ്യം. ശ്രമിക്കുന്നു. അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ എണ്ണംപരിക്ക് ഗേൾസ് സ്കൂളുകൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അതെ, അതെ. കൊലപാതകം, അത് വിദ്യാഭ്യാസ കുട്ടികൾക്ക് കൊലപാതകം. മാത്രമുള്ള അപ്പം പള്ളിക്കൂടങ്ങൾ. ഇത്തരത്തിൽ ഞങ്ങളടുത്ത് ഇങ്ങനെ വരുന്ന പിന്നെ എങ്ങനെ ആളുകളോട് ഞങ്ങൾ healthy പറയുന്നത് എന്താണെന്നറിയോ? relationship ഉണ്ടാക്കും? നന്നായി, നിങ്ങൾ ചെയ്ത നന്നായി, ഇതൊരു മാതൃകയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ എപ്പോഴും പിന്തുണ കൊടുക്കണം, നാളെ നിങ്ങളുടെ സഹോദരിക്കാണ് ഇത് വരുന്നത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഞങ്ങൾ വനിതാ കമ്മീഷൻ നടത്തുന്ന സെമിനാറിൽ ഞങ്ങൾ പറയാറുണ്ട്, ഞാൻ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും, പെൺകുട്ടികൾ മാത്രം ഇരിക്കുന്ന ഒരു ക്ലാസ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറില്ല. കാരണം പെൺകുട്ടികളും ആൺകുട്ടികളും സമൂഹത്തിലുണ്ട്, ഇത് ചെയ്യരുത് എന്ന് പറയുന്ന. ഇപ്പം കഴിഞ്ഞ ഒരു സെമിനാറിൽ ഞാൻ പറഞ്ഞു, അവിടെ ഒരു സെമിനാറിൽ വിളിച്ചപ്പോൾ കുറേ അധികം സ്ത്രീകൾ, പുരുഷന്മാർ 5-6 പേരേ ഉള്ളു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് പിന്നെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ച് ഒക്കെ ക്ലാസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞേ, ഇന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഞാൻ നീയൊക്കെ എവിടെ പോയിരുന്നിട്ട് ഇത്രയും നേരം? വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് പറയും, ഞങ്ങൾ ഇന്ന് ഇതെല്ലാം കേട്ട്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വാ. അപ്പോൾ ആദ്യത്തെ അടി വരുന്നത്, ഇത്രയും നേരം നീ എവിടെ ആയിരുന്നിട്ട് ഇത്രയും നേരം നീ അവിടെ പോയിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് ചെയ്യേണ്ടാത്തത് ആരാണോ അവരാണിത് കേൾക്കേണ്ടത്, അവരാണിത് കേൾക്കേണ്ടത്. അപ്പം ഈ സമൂഹത്തിലെ വേർതിരിവ് തന്നെ മാറ്റണം. മലയാളിയോട് ചോദിക്കേണ്ട ഒരു ബേസിക് ക്വസ്റ്റ്യൻ. ഞാൻ കേരളത്തിന് പുറത്ത് വളർന്ന ഒരു സ്ത്രീയാണ്. 40-45 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഇവർക്കൊക്കെ അന്ന് ഇരുചക്ര വാഹനങ്ങളാണ്. അപ്പം തൊട്ടടുത്തൊരു ആള് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഒരു അങ്കിൾ പോകുന്നുണ്ടെങ്കിൽ, മണി വരുന്നോ, ഞാൻ ഇറക്കിയേക്കാം എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. 45 വർഷം മുമ്പ് അത് പോസിബിൾ ആണ്. ഇന്ന് കേരളത്തിൽ ഇപ്പോഴും പോസിബിൾ അല്ല. അവിടെ എന്താണ് ഒരു ഇരുചക്ര വാഹനത്തിന്റെ പുറകിൽ ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെയാണ് ചില അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള ഈ സദാചാര പോലീസിന്റെ ഇടപെടൽ. സദാചാരമല്ല, കപട സദാചാരം. യെസ്, ഞാൻ തിരുത്തുന്നു. സദാചാരമല്ല, കപട സദാചാരം. ആ കപട സദാചാരത്തിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നമ്മൾ മനസ്സിലാക്കണം. ആ അജണ്ടകളെ നമ്മൾ പൊളിച്ചെടുക്കണം. ആ അജണ്ടകളെ നമ്മൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അവിടെയാണ് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വമുള്ളത്. ഈ പറയുന്ന കപട സദാചാരക്കാരുടെ ജീവിതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചില കപട സദാചാരക്കാരുടെ പിന്നാലെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചില അജണ്ടകൾ വെച്ചുകൊണ്ട്, അതിനകത്ത് രാഷ്ട്രീയ അജണ്ട ഉണ്ടാകാം, സാമുദായിക അജണ്ട ഉണ്ടാകാം, പലതരത്തിലുള്ള അജണ്ടകൾ ഉണ്ടാകാം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായ ചർച്ചയിലേക്ക് പോകാൻ നമുക്ക് അത്തരം ഒരു വിഷയമല്ല ഇവിടെ. അപ്പം അത്തരത്തിലുള്ള അജണ്ടകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഗ്രൂപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന ഈ അവസരത്തിൽ സ്ത്രീകളും ന്യൂ ഏജ് മീഡിയയും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ മാഡത്തിന് എന്തൊക്കെയായിരിക്കും പറയാൻ മനസ്സിലേക്ക് ഓടി വരുന്ന ചില? എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടതില്ല എന്നൊരാളോടും പറയാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ അവരവരുടെ തിരഞ്ഞെടുപ്പാണ്, നേരത്തെ പറഞ്ഞല്ലോ. മറ്റൊന്ന്, ധൈര്യപൂർവ്വം ഉപയോഗിക്കുക. എനിക്ക് ഹാനികരമല്ലാത്തതും മറ്റൊരാൾക്ക് ഞാൻ കാരണം ഹാനികരമല്ലാതാവുന്നതുമായ ഏത് സന്ദർഭത്തിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ബാക്കിയെല്ലാം നിങ്ങളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ കൾച്ചർ എന്ന് പറയുന്നത് കമ്പോളം, മതം, ജാതി, വർണ്ണം, വർഗ്ഗം ഇതിനെല്ലാം പുറത്ത് നിർത്തുന്ന ഒന്നാകട്ടെ എന്നാണ് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. മാഡത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതേ ചോദ്യം തന്നെ ഒരുപക്ഷെ എല്ലാവരിലേക്കും എത്തപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇത്. തീർച്ചയായും പ്രേക്ഷകരിലേക്ക് ഒരു പ്രാക്ടിക്കൽ ലെവൽ ആപ്ലിക്കബിൾ ആവേണ്ട ചില സജഷൻസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മാഡം പറഞ്ഞതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മാഡത്തിനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കട്ടെ, എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ സ്കൂളുകളിൽ നമുക്ക് മൊബൈൽ കൊടുത്തു വിടരുത് എന്നൊരു നിയമമുണ്ട്. പക്ഷേ പല കാരണങ്ങളാലും അച്ഛനും അമ്മയും കൊടുത്തു വിടാറുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയോ, ചിലപ്പോൾ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിക്കാനാ. അങ്ങനെയൊക്കെ വരുമ്പം ഈ സ്കൂളിൻ്റെ പുറത്തുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ മൊബൈല് സേഫ് കീപ്പിങ്ങിന് കൊടുക്കും. അവരതിനകത്ത് എന്തെങ്കിലുമൊക്കെ കയറ്റി വിടും, വീഡിയോ ലോഡ് ചെയ്യും. അങ്ങനെ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധികൃതരായാലും ഈ പിന്നെ മാതാപിതാക്കളാണ് അതിനേക്കാളും കൂടുതൽ. കാര്യം അവരാണ് കൊടുത്തുവിടുന്നത് സ്കൂളിൻ്റെ നിയമത്തിനെതിരായിട്ട്. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം വൈകിട്ട് വീട്ടിലെത്തുമ്പം കുട്ടികളുടെ മൊബൈൽ എടുത്ത് അച്ഛനും അമ്മയും ഒന്ന് നോക്കണം ഇതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിന് അവർ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ചെയ്യും അതറിയാം എനിക്ക്. പക്ഷെ എന്നാലും ഒരു എക്സ്റ്റെന്റ് വരെ നമുക്കത് തടയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ബാധ്യത അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ മോശവശങ്ങളുമുണ്ട്. ഒരു മൊബൈല് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്നത് അത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാലും അതിനകത്തുള്ള ഡേറ്റ അവിടെ തന്നെ കാണും.
ഹാർഡ് അപ്പം ഡിസ്ക് നമ്മള് എന്ത് എല്ലാവരും ചെയ്യുമ്പോഴും അതിന്റെ സുരക്ഷിതത്വം ഓർത്ത്, അത് മൊബൈൽ ആയാലും ശരി, ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും എവിടെ ആയാലും ഒരിക്കൽ അതിനകത്ത് കയറ്റിയ സാധനം എങ്ങും മാഞ്ഞു retrievable. പോകുന്നില്ല. അതിന് അറിയാവുന്നവർക്ക് അതിനെ റിട്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ എന്ത് കയറ്റി വിടുന്നു എന്നുള്ളതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മാഡത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സൊല്യൂഷനായിട്ട് എല്ലാവരും വേഗം എത്തുന്ന മേഖലകളിലൊന്ന് മീൻസ് ഒരു ഓഫീസാണ് മാഡത്തിൻ്റെ ഓഫീസ്, അല്ലെങ്കിൽ ലോയേഴ്സ്, പോലീസ്, അങ്ങനെയുള്ള ആൾക്കാർ. ഇത്തരത്തിൽ മാഡത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നവർക്ക് മാഡം കൊടുക്കുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് എത്താതിരിക്കാനായിട്ട്, കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കട്ടെ, അതെ അതെ കേസുമായിട്ട് ഞാൻ വരാതിരിക്കട്ടെ. എപ്പോഴും പറയുന്നത് അത് ആരും വിമൻസ് കമ്മീഷനിലേക്ക് വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ അങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത് ഞാൻ പറയുന്നത് സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടവളാണ് എന്നൊരു മനോഭാവം സ്ത്രീക്ക് ഉണ്ട്, ഒരു നല്ല ശതമാനം സ്ത്രീക്കുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ മുന്നിൽ വരും, സ്ത്രീകളല്ലേ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു മനോഭാവം, അത് നമ്മൾ ആദ്യം തിരുത്തണം. സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് എന്ന എൻ്റെ മനോഭാവത്തിൽ നിന്നാണ് ഞാൻ ആദ്യം മാറ്റം വരുത്തേണ്ടത്. ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ പോയിന്റ്, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സൈബർ ലോകത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അതിപ്രസരത്തിൻ്റെയൊക്കെ മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ അതിൽ പെട്ടുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പെട്ടുപോയാൽ, ഞാനിതിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് ഞാൻ സ്വയം തെറ്റുകാരിയാണ് എന്ന കുറ്റബോധത്താൽ നീറി ജീവിക്കുന്നതിന് പകരം എനിക്ക് പറ്റിയ അബദ്ധം, മനുഷ്യരാണ്, അബദ്ധങ്ങൾ പറ്റാം, അറിഞ്ഞും പറ്റാം അറിയാതെയും പറ്റാം, ആരെങ്കിലും അപകടത്തിൽ പെടുത്തുകയും ചെയ്യാം, എന്തുമായിക്കൊള്ളട്ടെ, അത് പറയാനും സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അതിൽ നിന്ന് മോചനം തേടാനും സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരണം. അതിന് വനിതാ കമ്മീഷൻ ഒപ്പമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനിലേക്ക് പരാതി തപാൽ വഴി അയക്കാം, ഇമെയിൽ വഴി അയക്കാം, ടെലിഫോണിൽ അയക്കാം. അപ്പം ഞാൻ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ പറയാം, ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി. കാരണം കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും, ഇപ്പം കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും സ്ത്രീകൾ ധാരാളം പരാതികൾ. ഞാൻ ഈ അടുത്ത സമയത്ത് ഖത്തറിൽ വനിതാ ദിനവുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പം അവിടുത്തെ സ്ത്രീകൾ തന്ന പരാതികൾ ഉൾപ്പെടെയുണ്ട്. അപ്പം സ്ത്രീകൾ പരാതി അയക്കേണ്ടത് കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 4 എന്ന അഡ്രസ്സിൽ. ഒരിക്കൽ കൂടി പറയാം, കേരള വനിതാ കമ്മീഷൻ PMG, പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ഷോർട്ട് ഫോം, PMG പട്ടം PO തിരുവനന്തപുരം 4 എന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ പിന്നെ മെയിൽ ID കൊണ്ട് ഇമെയിൽ ചെയ്യാം. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കേരള വനിതാ കമ്മീഷൻ.